ഇത് കരിക്കിറങ്ങിയപ്പോ അതൊരു സീരീസ് ഫണ്ണായിട്ട് ഇറങ്ങി. പക്ഷെ ഇത് ശരിക്കും റിയൽ 2017 നടന്ന സംഭവമാണ്. എടാ നമ്മളിപ്പോ ചൈനയിലല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡോക്ടർ കിഡ്സ് ഫയൽ. ഈ വവ്വാലെ ഡ്രസ്സും കാര്യമായിട്ട് എങ്ങോട്ടാ പോണതല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മിഥുനെ നമ്മൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് കയറ്റുകയാണ്. ചരക്ക് കയറ്റിയിലെ വിടുകയാണ്. ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ റെഡിയായി, ഓരോക്കെ ഒന്ന് മാറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഈ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ മിഥുൻ്റെ റൂമിലോട്ട് പോയി അവൻ്റെ ലഗേജ് എടുത്ത് താഴത്ത് കൊണ്ടുവരിക, അവനെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടുക. അപ്പോൾ ഇന്ന് അതാണ് പരിപാടി. റൂമിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് മിഥുൻ്റെ റൂമിലേക്ക്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പാണ് ഇറങ്ങാനുള്ള. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ മിഥുൻ്റെ റൂമിലേക്ക് നമ്മൾ എത്തി. ഇതാണ് അവൻ്റെ പെട്ടികൾ. പട്ടി. ഹലോ വൈസ്, എങ്ങനെയുണ്ട്? ഉറങ്ങിയില്ലോ അല്ലേ? മീനുട്ടി സുന്ദരിയുണ്ടല്ലോ. എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുത് എന്നെ അപേക്ഷിക്കുകയാണ്. നിന്റെ ചായ കൂടി ലാസ്റ്റ് സപ്പർ കഴിഞ്ഞു? നിന്റെ ചൈനയിലത്തെ ലാസ്റ്റ് സപ്പർ. ഉറക്കത്തിന് നീറ്റ് അങ്ങനെ കയറി വന്നിരിക്കുകയാണല്ലേ? ചായ വെച്ചിട്ട് തിരിച്ചു പോകണ്ടതല്ലേ? ഇനി എല്ലാം നീ നോക്കണം. ഇനി എന്തൊക്കെ ബാധ്യതയാണ് നീ വരുത്തി വെച്ചിട്ടുള്ളത് പറഞ്ഞ. അപ്പോ താഴത്തേക്ക് ഇറങ്ങിയിട്ട് കളിച്ചു പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് താഴത്തേക്ക് ഇറങ്ങി. അടുത്തവൻ ഇവിടെ വണ്ടി നേരെക്കൊണ്ടിരിക്കുന്നു. സെക്യൂരിറ്റി വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. കൂട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ പെട്ടി കൊണ്ടുപോയിട്ട് നമുക്ക് ഇറക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഈ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തണം. ഈ വണ്ടി എടുത്തിട്ടാണ് അവിടെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് അവിടെ എത്തിച്ചിട്ട് കാണിച്ചത്. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമ്മൾ യാത്രയിലേക്ക്. കോളേജിലോട്ട് വീട് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ യാത്രയാവുകയാണ്. എങ്ങോട്ട്? വീട്ടിലേക്ക്. അങ്ങ് ദൂരെ സന്ദീപന്റെ വീടിന്റെ അപ്പുറത്ത്. ഇനി ഇവിടെ നമ്മൾ പോകണമെങ്കിൽ ബസ്സിലല്ലേ? ബസ്സിൽ എയർപോർട്ടിൽ പോകും. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി നാട്ടിൽ പോകും. ഹാരി സിംഗപ്പൂർ വഴി രാത്രി നാട്ടിലത്തെ 10:30 നാട്ടിലത്തെ ടൈം. നാട്ടിലത്തെ രാത്രി 10:30 എത്തും. അപ്പോൾ ഇനി മുതൽ ഇത് നാട്ടിലെ വ്ലോഗ്സ് ആയിട്ട് വരുന്നതാണ്. അവന്റെ കിഴത്തര അവിടെ കാണാൻ ആയിക്കോട്ടെ. ഇനി അങ്ങനെയൊക്കെ അങ്ങനെ. അപ്പോ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇനി പിടിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി കൊട്ടിച്ചാടി കഴിഞ്ഞാൽ ചെക്കനെ പോകണം. ഇതാണ് നമ്മുടെ എയർപോർട്ടിലേക്കുള്ള ബസ്. അപ്പോൾ ആ ബസ് കയറിയിട്ട് എയർപോർട്ടിൽ പോകാന്നുള്ളതാണ്. സോ ബസ് ഒരു വിജലിപ്പിച്ച ബസ്സാണ് ഗൈസ്. വലിയ ബസ്, ആനവണ്ടിയാണ് ഇത്. എന്തായാലും ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ആദ്യം പെട്ടിയും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ആ പെട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കട്ടെ, ഒന്ന് സഹായിച്ചു കൂടണ്ടേ. ഇതല്ലേ ബസ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ അണ്ടാവ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക എന്നുള്ളതാണ്. ഞങ്ങള് പോയി, ഞങ്ങള് നാട് കൂടെയാണ്. ഓടില്ലേ? പോട്ടെ ചേട്ടാ. ഫുൾ വെട്ടല പരിപാടിയാണ്. അങ്ങനെ സീറ്റൊക്കെ പിടിച്ചിരിക്കല്ലേ? ഓക്കെ അല്ലേ മീനു?
ഇനി ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ ഇനി പോകുന്ന വഴിയുള്ള കാഴ്ചകളും എയർപോർട്ടിൽ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. മേക്കപ്പ് പോകുന്നുള്ള പേടിയിൽ ഇതിലൊരു ഒരു കൊട്ട ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഒരു കൊട്ട ടിഷ്യൂ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. മീനു നീ കറിഞ്ഞോ? ഡോണ്ട് വരി, ടിഷ്യൂ ഒരു മൊത്തം കവർ ടിഷ്യൂ ഉണ്ട് ഇതിനൊക്കെ കരഞ്ഞു തീർക്കാൻ. മീനു ഭയങ്കര ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ചേരം കൂടി കരയിപ്പിച്ചിട്ട് വരാം. പണ്ട് ഞാൻ പഴയ റൂമിലായിരുന്നപ്പോ ഉറങ്ങാൻ കിടക്കായിരുന്നു, ഫോൺ നോക്കി കിടക്കായിരുന്നു. ഇപ്പോഴൊരു പാറ്റ വന്നിട്ട് എന്റെ മുഖത്തിന്റെ അടുത്തിരുന്നു. ഞാൻ ചാടി എണീറ്റിട്ട് ലൈക്ക് എനിക്ക് എങ്ങനെയല്ല ആ പാറ്റനെ കൊന്നാ മതി. റൂം ഫുൾ തപ്പി തെരഞ്ഞതിന് കട്ടിലിന്റെ അടിയിലൊക്കെ നോക്കി ലാസ്റ്റ് അതിനെ കിട്ടി. ഞാനൊരു ചൂല് വെച്ചിട്ട് അതിനെ തല്ലി ഇവിടത്തെ ചൂല് വന്നിട്ട് ഇങ്ങനെ നാട്ടിലെ പോലെ നീളമുള്ളതല്ലോ, അത് വെച്ചിട്ട് അടിച്ചിട്ട് പാറ്റ ചാകുന്നില്ല. ഒരു കൊട്ടി കയ്യില് വന്നു. ലാസ്റ്റ് ഇങ്ങനെ പാറ്റ ചത്തു. ഇല്ല പാറ്റ ലാസ്റ്റ് അതിൽ തന്നെ തടി വെച്ചിട്ട് ഞാൻ അടിച്ചടിച്ചു. അത് വേറെ എവിടെയെങ്കിലും വന്നിരുന്നേ കുഴപ്പമില്ല, എന്റെ മുഖത്തിന്റെ അടുത്ത്. ഞാൻ ഫോൺ നോക്കി ഇങ്ങനെ കിടക്കുമായിരുന്നു. പാറ്റ ഇവിടെ എല്ലാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂക്ഷിച്ചോ, തല തല്ലി പൊളിക്കും രാത്രി. ഇവിടെ വന്നിരുന്നു സത്യം വണ്ടിയിൽ ലാസ്റ്റ് പോടാമെന്ന് പറയണേ. ഓർമ്മകൾ അതാണ് ചോദിക്കാൻ വെച്ചിട്ട്. അയ്യോ ഫസ്റ്റ് ഇയർ വന്നിട്ട് നമ്മൾ ഓർമ്മ ഉണ്ടോ? നമ്മള് സൈക്കിള് നമ്മള് മൂന്നുപേരും കൂടി മഞ്ഞ് സൈക്കിള് പ്രാവ് പോയിട്ട് സ്ഥലത്ത് എത്തിയിട്ട് തിരിച്ചു പോവാനറിയില്ല ആർക്കും. ഇങ്ങോട്ട് പോണെന്ന് അറിയില്ല. സൈക്കിൾ വെച്ചിട്ട് 4 പുറത്തുകൂടി ഇങ്ങനെ കറന്ന് കറങ്ങി കൊടുത്തിട്ട് വന്നോണ്ടിരിക്കുക. അല്ലെ ലൂപ്പ് അടിച്ചോണ്ടിരിക്കുക. ഞാനും ഇതിന് ഫസ്റ്റ് ആയിട്ട് പോണത് നിന്റെ കൂടെ. നീ പക്ഷെ പോയി കുറെ സ്ഥലങ്ങൾ. ഞാൻ അപ്പഴേ കാരിഫോർ പോയായിരുന്നു, ബോലോങ്ങും പോയി കാരിഫോർ പോയായിരുന്നു. ഞാൻ പോയിട്ടുണ്ട്, നിങ്ങൾ പോയി. കോളേജിലെ ബാക്ക് ഗേറ്റ് എത്തി. എന്നിട്ട് ബ്രാവോയിൽ എത്തിയതിന്റെ ശേഷം ഓർമ്മ ഉണ്ടാ? പോപ്കോണ് ലോലിന്റെ കഥ വരിയത്. പോപ്കോൺ തിന്നാൻ തോന്നിയപ്പോ സിനിമാ തിയേറ്ററിൽ കയറിയിട്ടുണ്ടോ? സിനിമ പോപ്കോൺ കഴിച്ചു. അതിന്റെ സത്യത്തിലോ ഇത് കരിക്കിറങ്ങിയപ്പോ അതൊരു സീരീസ് ഫണ്ണായിട്ട് ഇറങ്ങി. പക്ഷെ ഇത് ശരിക്കും റിയൽ ലൈഫിൽ നടന്ന 2017 നടന്ന സംഭവമാണ് ഇത്. ഫസ്റ്റ് ഇയർ ഞാനും ഇതിന് വന്നപ്പോ ഞങ്ങൾക്ക് ഫ്രണ്ട്സേ ഇല്ല, ആരും ഇല്ലായിരുന്നു. നീയാണ് ഫസ്റ്റ് നമ്മുടെ ഒന്ന് സംസാരിക്കുന്നത്. നമ്മളന്നും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. ലാസ്റ്റ് അവസാനം നമ്മള് ഫസ്റ്റ് ഇയറില് എങ്ങനെ വന്ന ആ ഒരു ലൂപ്പ് വന്നു. ഇത് പോവാറായപ്പോ ഞാനും ഇതിന് മാത്രമായി. കാരണം ബാക്കിയുള്ളവര് കമന്റ്സ് എല്ലാരും പോയല്ലോ, ഞാനും ഇതിന് മാത്രമായി. ലാസ്റ്റ് ഇപ്പൊ നമ്മൾ മൂന്നരും അവിടെ അതേ ലൂപ്പിൽ കേട്ട് തിരിച്ചു വന്ന്. ഞങ്ങള് പിന്നെ 2 വർഷം ലൂപ്പായതാ. ഇനി എയർപോർട്ടിലേക്ക് എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. നമ്മൾ വന്നറിയുന്നുണ്ടോ? ബസ്സിന് മുന്നിൽ ഉള്ളിൽ കൂടി കയറിയാലാണ് ഇന്റർനാഷണൽ ഉള്ളത്. ഓട്ടയ്ക്കൂട്ട് കുട്ടികൾ ഇതാ ബാഗായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സാധനം കയറ്റിയിട്ട് അതിന്റെ മേലെ ഇട്ട് വെക്കാം. നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ് ഗൈസ്. വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു കേസ് പോയിന്റ് തരാം. വേണമെങ്കിൽ നമുക്കൊരു കേസ് പോയിന്റ് തരാം. ലാസ്റ്റ് സപ്പർ അങ്ങനെ ദുരാഗ്രഹങ്ങളൊന്നും ഇല്ല അതില്. എന്റെ വെയിറ്റ് ഒക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കയറ്റി വിടണം. പാട്ടി ഇവൻ വല്ലാത്ത വിഷമാണ്. ഇതേ ഇങ്ങോട്ടോ കിട്ടാ നമുക്ക് അവിടുന്ന് കയറ്റി വിട്ടാൽ ഒറ്റയ്ക്ക് ഡിപ്രഷൻ ചേരുന്നത് ഇവിടെ.
വെയിറ്റ് തൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ഇൻ ഏരിയയിലോട്ട് പോവുകയാണ്. അങ്ങനെ ഒടുവിൽ അവൻ ചെക്ക് ഇൻ ചെയ്യാനുള്ള ബാഗ് കാര്യങ്ങളൊക്കെ തൂക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അത് കഴിയട്ടെ. ലഗേജ് ഫസ്റ്റ് ബാഗ് 19.7, സെക്കൻഡ് ബാഗ് 19.6, രണ്ടിലും 20 ഇല്ല. കുറച്ചുകൂടി കൂടുതൽ വെക്കാറുണ്ട്. ഇത് 9 കിലോ ഉണ്ട്, ഇത് 7 അപ്പൊ ഒരു സെറ്റായി. ഒന്നും പറഞ്ഞില്ല. അപ്പോ വിജയ് ശ്രീലാളി തന്നെ അതും തീർന്നു. നീ ലഗേജ് വിടാൻ പറ്റില്ല ചോദിച്ചോ? അത് ഇപ്പൊ അവര് വിടൂല. മേ ബി അകത്ത് ചെന്നിട്ട് ഫ്ലൈറ്റ് ഓവർലോഡ് ആണെങ്കിൽ വിടുക. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. രണ്ട് സീറ്റും വിൻഡോ സീറ്റിനെ ചോദിച്ചു വാങ്ങിയില്ലേ? വിൻഡോ സീറ്റ് ആയിരിക്കും. കൊറേ നാളായി ടേക്ക് ഓഫ് ലാൻഡിങ് കണ്ടിട്ട്. നീ അതൊരു പുതിയ റീലായിട്ട് എല്ലാവർക്കും കൂടി ഇരുന്ന് കാണാം. എപ്പോഴും എടുക്കുള്ളൂ. എന്താ നിനക്ക് നോക്കട്ടെ, എടുക്കാം. നീ നാട്ടിലേക്ക് എത്രതിന് മുന്നേ വ്ളോഗ് ഇറങ്ങൂല, പക്ഷെ ഷോർട്സ് ഇറങ്ങും. അപ്പോ ഇന്ന് വൈകുന്നേരം ഞാൻ ഫ്ലൈറ്റിലായിരിക്കും. രാത്രി 10 ആകുമ്പോ കാണാം. അവിടെ ഇറങ്ങിട്ട് ആദ്യം നോക്കാൻ പോണേതായിരിക്കും വീഡിയോ. മിന്നേറ്റൻ ഫ്രണ്ട്സ് ഞങ്ങളിതാ. അപ്പൊ ഞങ്ങളൊന്ന് ഇറങ്ങി പോണത്, ബിഗ് ബോസ് നല്ല ഇറങ്ങി പോണത്. 6-7 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതിനെ ബിഗ് ബോസിനേക്കാളും വലിയ നേട്ടം നേടിയിട്ടാണ്. അതാ പറഞ്ഞു, ബിഗ് ബോസിനെക്കാട്ടും വലിയ നേട്ടങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. ഇനി നമുക്ക് വായി നോക്കാം എത്രമാത്രം നേട്ടം ഉണ്ടെന്ന് അറിയില്ല, എന്തായാലും കാര്യമുണ്ടോ അല്ലേ? കേറുമ്പോ കാണിച്ചു തരാം. അപ്പോ പഠിക്കണം. പഠിപ്പിരണ്ട് പോയിട്ട് വരുമോ? പോവല്ലേ? നീ ചില്ലായിട്ട് പഠിക്കുന്നു. നീ ചില്ലായിട്ട് പോയിട്ടോ. ഈ ഇമോഷണൽ കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ അതും പോയി. ഇവിടുന്ന് ഇറങ്ങി ടാക്സിയിലാണ് പോവാനുള്ളത്. ടാക്സിയിൽ എന്തെങ്കിലും നോക്കണം. പുറത്തിറങ്ങിയിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മൾ തിരിച്ച് ഡോബിലേക്ക് എത്താൻ നോർത്താണ്. ഇവിടെ ഞങ്ങൾക്കൊരു ഫുഡ് ഫെസ്റ്റിവലും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ ഫുഡ് ഫെസ്റ്റിവൽ വീഡിയോ നമ്മുടെ ഷോർട്സിലുണ്ടാവും. ഒരു 2 ദിവസമായിട്ട് ഇടാം. പിന്നെ ചൈനീസിട്ട് കുറച്ച് വെറൈറ്റി ഫുഡ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനങ്ങനെ കയറിപ്പോയി. അതിൻ്റെ കുറച്ച് ശോകത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വിഷയമല്ല. 1 മാസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ചേക്കേറുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഇന്ത്യ, അല്ല വെൽക്കം ബാക്ക് ടു ചൈന. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു. ഡോക്ടർ ഗെറ്റ് സ്മൈൽ സൈനിങ് ഓഫ്. ടാറ്റ പറയണമെന്നുണ്ട്, പക്ഷേ കയ്യിൽ മൊത്തം സാധനങ്ങളാണ്. അപ്പോൾ ടാറ്റ ഗൈസ്, പോട്ടെ. നമ്മൾ തിരിച്ച് ചൈനയിലേക്ക് എത്തിയില്ലേ? എടാ നമ്മളിപ്പോ ചൈനയിലല്ലേ? നമ്മള് കത്തിയിട്ടില്ല. പറ എടാ, നമ്മളിപ്പോ ചൈനയിലാണോ? ആ എടാ കുട്ടാ, ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ. മിഥുൻ ഇന്ന് പോയി. അപ്പൊ അവൻ വെൽക്കം ബാക്ക് ടു ഇന്ത്യ.
നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നല്ലോ. അപ്പൊ വെൽക്കം ബാക്ക് ടു ചൈന. അതിന് നമ്മളിവിടുന്ന് ഇറങ്ങിയില്ലല്ലോ. അതൊരു സർക്കാസമാണ്. ഓക്കെ. അപ്പോ ഡോക്ടർ കിസ്മിക് സൈനിക് ഓഫ് ടാറ്റ പോട്ടെ.